ബാക്ക് ടു മൈ ചാനൽ റീസൈക്ലിംഗ് മാൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം നവീൻ കിഷോർ. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഹരിപ്പാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീടായ ഹരിപ്പാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചിറ്റപ്പൻ്റെ ഫാമിലെ കോഴികളെയും പശുക്കളെയും അങ്ങനെയുള്ള ഇതിനെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക. ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കല്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇത് കാണുന്നതാണ് നമ്മൾ പോകാൻ പോകുന്ന ഫാം. ആ ഫാമിനകത്താണ് 1500 പരം കോഴികളുള്ള നമ്മുടെ ബ്രോയിലർ കോഴികളുള്ള ഫാമാണ് ഈ ഫാം. നമുക്ക് ഈ ഫാമിനകത്തോട്ട് നമുക്കിപ്പോൾ കയറാവുന്നതാണ്. എല്ലാവർക്കും കാണാമല്ലോ. ഇപ്പം ഇതാണ് എൻ്റെ ചിറ്റപ്പൻ്റെ ഫാം. ഇവിടുത്തെ ഫാമിൽ 1500 പരം കോഴികൾ ഉണ്ട്. ഇവിടുത്തെ ഫാം ബ്രോയിലർ ചിക്കൻ്റെയാണ് നടത്തുന്നത്. ഇത് കൂടാതെ ചിറ്റപ്പന് ആടിൻ്റെ ഫാമും പശുവിൻ്റെ ഫാമും ഉണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെ എപ്പിസോഡ് 2 ആയിട്ട് നമ്മൾ മീനെ പിടിക്കുന്നതും ഇതുമായിട്ടൊക്കെ വരും. ഇവിടെ ചുറ്റിനും ഫുള്ള് കണ്ടവും താമരയൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഇത് വ്യക്തമായി നിങ്ങളെ കാണിക്കാം. പാർട്ട് 1-നകത്തും പാർട്ട് 2-നകത്തും കൂടെ നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് നല്ലോണം അറിയാം. ഇതിപ്പോൾ 1 മാസത്തോളം പ്രായമായ കോഴികളാണ്. ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ ചുമന്ന സാധനങ്ങളിൽ കൂടെ അവർക്ക് തീറ്റയും വെള്ളവും കിട്ടുന്നത്. അതേപോലെ തന്നെ ചിറ്റപ്പൻ്റെ ഈ ഫാം ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഹരിപ്പാടാണ്. ഈ ഫാം ഇപ്പോൾ നേരെ നിൽക്കുന്നത്. എനിക്ക് ഫാമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാത്തിനെയും കുറിച്ചും അറിയാം. അപ്പം നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് വരത്തില്ലേ, ബ്രോയിലർ കോഴികളെ കുത്തി വെച്ച ഇതുപോലെ വണ്ണമാക്കുന്നതെന്ന്. അങ്ങനൊന്നും ഇവിടെ ചെയ്യാറില്ല. അതൊക്കെ ആൾക്കാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാനിവിടെ പലപ്പോഴും വരുമ്പോൾ എനിക്കറിയാം ഇവിടുത്തെ കോഴികളെ ഒരു കാരണവശാലും ആരും കുത്തിവെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ ഓരോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നാണ് എനിക്കറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോഴികളെ അങ്ങനെ ആരും കുത്തിവെക്കുന്നത് ഞാനെനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ നമ്മൾ മനുഷ്യനായാലും ഇല്ലേ, എങ്ങോട്ടും പോവാതെ ഒരിടത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ണം വെക്കുമല്ലോ. പിന്നെ നമ്മൾ നാടൻ കോഴികളെ നോക്കുകയാണെങ്കിൽ അവർ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോവുക, ഓടുക, പട്ടിയെ കാണുമ്പോൾ പറന്ന് കയറുക, അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നതുകൊണ്ടാണ് അവർ വണ്ണം വെക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവരാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും നടന്ന് തീറ്റയും വെള്ളവും കഴിക്കുമല്ലേ. അതുകൊണ്ടാണ് ഇവർ വണ്ണം വെക്കുന്നത്. അല്ലാതെ ഈ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഇങ്ങനെ കുത്തി വെക്കുന്നൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അതേപോലെ തന്നെ ഇവിടുത്തെ കോഴികളെ കൊണ്ടുപോകുന്നത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം പ്രായമാകുമ്പോഴാണ് ഈ കോഴികളെ ഇതൊക്കെ ഫാമിൽ നിന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതാണ്. എല്ലാവരും ഇവിടുത്തെ വീഡിയോ കണ്ടതിന് ശേഷമേ ആ വീഡിയോയും കാണാവൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങളും കൂടെ ഒന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പറ്റൂ. എനിക്കൊരു 1K സബ്സ്ക്രൈബർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങളൊന്ന് സാധിച്ചു തരണം. നിങ്ങൾ ഇവിടുത്തെ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എനിക്ക് 1K ഉണ്ടാക്കി തരണം. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം എല്ലാവരും. ആരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും മറക്കല്ല്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒട്ടും മറക്കല്ല്. അതേപോലെ നമ്മുടെ എല്ലാവരും മറക്കാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണേ, മറക്കല്ലേ. ഇതുവരെ എന്നെ ഫോളോ ചെയ്തവരെയും എന്നെ സപ്പോർട്ട് ചെയ്തവരുടെയും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേരും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ഒരേ പേര് തന്നെയാണ്. ഞാനാണെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാവേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, ഞാനാണെങ്കിൽ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ചെയ്തത്. അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം ഇവിടുത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ ചിറ്റപ്പൻ്റെ ഫാമിലെ ഇൻക്യുബേറ്റർ. ഇവിടുത്തെ ഇൻക്യുബേറ്ററിൽ വെച്ചാണ് താറാവിൻ്റെ മുട്ട വിരിയിക്കുന്നത്. എൻ്റെ ചിറ്റപ്പന് കുറച്ച് താറാവും ഉണ്ട്. ഇതാണ് അവിടുത്തെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ട് ഫസ്റ്റ് അതിനെ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുക, അതിനെ വെള്ളത്തിൽ പോയി ഇങ്ങനെ ശീലിപ്പിക്കുകയോ ചെയ്യുന്നത്. അവർ കളിക്കുന്നതിൻ്റെ ഒരു സ്മോൾ വീഡിയോ ആണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ